അകാല മരണം ഉണ്ടാവും, ദുരന്ത മരണം സംഭവിക്കും, എത്രയും വേഗം പൂജ കഴിച്ച് നടയടച്ച് പോകണം. നാരായത്തെ കടിച്ചു തൂങ്ങി അവിടെ മരണം സംഭവിക്കുകയായിരുന്നു. ആ മരണസമയത്ത് അപ്പോഴാണ് മറ്റൊരു അശരീരി ഇത് സൂര്യകാരടി തന്നെ ചെയ്യണം, കാരടിപ്പട്ടതിരി തന്നെ ചെയ്യണം എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി. അവിടെ ഇപ്പോഴും ആ ഉപ്പൂറ്റി കുത്തിയതിൻ്റെ പാടുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ആ കുളത്തിൽ കിടക്കുകയും പിന്നെ ഇദ്ദേഹം ഒരു ബ്രഹ്മരക്ഷസായിട്ട് രൂപാന്തരപ്പെടുകയാണ്. വെച്ചാൽ ദുർമരണം ആണ് സംഭവിച്ചത്. അവിടെ കത്തി നശിച്ചു എന്നുള്ളതാണ്. വിഗ്രഹം ഒഴിച്ച് ബാക്കി എല്ലാം കത്തിപ്പോയി. ഇല്ലത്തിനടുത്ത് തന്നെ അവിടുത്തെ കുറച്ചുകൂടെ ഒരു 1 കിലോമീറ്റർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു കൊടും വനമായിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴും ആ 4 കെട്ടിനകത്ത് വർഷത്തിലൊരിക്കൽ വലിയ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട്. സൂര്യകാലടി മനയിൽ സൂര്യനെയും ഗണപതിയെയും സ്ത്രൈണഭാവത്തിലാണ് പലപ്പോഴും പൂജിക്കാറുള്ളത് എന്ന് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ധേയോ വല്ലഭയാച പത്മകരയാ ശ്രേഷ്ഠോജ്വലഭൂഷയ. തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈ 10ലാണ്. മറ്റുള്ള കൈ 10ലും നാരങ്ങാഗതയും കരിമ്പ് ധനുഷാ ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ട് പാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരളും. അച്ഛനും അമ്മയാണ് ഏറ്റവും വലിയ പരമമായിട്ടുള്ള ഈശ്വരൻ. തത്വമസി എന്നുള്ളൊരു തത്വം ശബരിമല മാത്രമുള്ള തത്വം അല്ലത്. ഇപ്പോൾ ഇദ്ദേഹം എത്തുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ മേൽശാന്തിക്ക് ഒരു അശരീരി ഉണ്ടായി പോലും. ഇവിടെ ഒരു അകാല മരണം ഉണ്ടാവും, ദുരന്ത മരണം സംഭവിക്കും, എത്രയും വേഗം പൂജ കഴിച്ച് നടയടച്ച് പോകണം എന്ന് അദ്ദേഹത്തിന് ഒരു അശരീരി കേൾക്കുകയൊക്കെ ഉണ്ടായി. ഇദ്ദേഹം വന്നപ്പോൾ നട അടച്ചിട്ടൊന്നുമില്ല. കുളത്തിൽ തൊട്ട് മുമ്പിൽ തന്നെ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ കുളിച്ച് സ്നാനം പഞ്ചവിധം എന്നൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, കുളിച്ച് ശുദ്ധത്തോടു കൂടി അകത്ത് കയറാൻ നമുക്ക് അനുവാദമുള്ളൂ. അങ്ങനെ കുളത്തിൽ കുളിച്ച് തിരിച്ച് വരുന്ന ആ പടികൾ കയറി വരുന്ന സമയത്ത് മൂത്രത്തിനുള്ളൊരു ശങ്ക തോന്നുകയും തിരിച്ചിറങ്ങി. അങ്ങനെ ശങ്ക തോന്നുന്ന സമയത്ത് ഒരിക്കലും ദർശനം പാടില്ല എന്നും വിധി. ഇദ്ദേഹം തിരിച്ചിറങ്ങി വീണ്ടും ആ ഇതൊക്കെ പൂർത്തിയാക്കി വീണ്ടും ആദ്യമേ കുളിച്ച് ഇതിങ്ങനെ പലവട്ടം നടന്ന് അവിടെ കടന്ന് ആർത്തനാളത്തോടുകൂടി തന്നെ അവിടെ കടിച്ചു തൂങ്ങി, നാരായത്തെ കടിച്ചു തൂങ്ങി, ഉപ്പൂറ്റി കുത്തിച്ചാടി നാരായത്തെ കടിച്ചു തൂങ്ങി അവിടെ മരണം സംഭവിക്കുകയായിരുന്നു. ആ മരണസമയത്ത് ഇദ്ദേഹം വിളിച്ച് ചോദിച്ചു, ഭഗവാന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എൻ്റെ അച്ഛനെ കൊന്ന ആ യക്ഷിയെ ഹനിക്കുക എൻ്റെ കർത്തവ്യമായിരുന്നു, എൻ്റെ ലക്ഷ്യം അതായിരുന്നു. ഞാൻ ആ ലക്ഷ്യത്തെ ചെയ്തു, അതിലപ്പുറം ഞാൻ വേറെന്താ ചെയ്തേ? അപ്പോഴാണ് മറ്റൊരു അശരീരി ഇത് സൂര്യകാരടി തന്നെ ചെയ്യണം, കാരടിപ്പട്ടതിരി തന്നെ ചെയ്യണം എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി. ഏതാ ഗ്രന്ഥത്തിനകത്ത് പറഞ്ഞോ? ഇതാര് പറഞ്ഞു അറിയില്ല. അങ്ങനെ ആ മരണം അവിടെ സംഭവിച്ചു. അവിടെ ഇപ്പോഴും ആ ഉപ്പൂറ്റി കുത്തിയതിൻ്റെ പാടുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ആ കുളത്തിൽ കിടക്കുകയും പിന്നെ ഇദ്ദേഹം ഒരു ബ്രഹ്മരക്ഷസായിട്ട് രൂപാന്തരപ്പെടുകയാണ്. വെച്ചാൽ ദുർമരണം ആണ് സംഭവിച്ചത്. ശരിക്കുള്ള മരണാനന്തരം ശരിക്കും നമ്മുടെയൊക്കെ ആത്മാവ് സാക്ഷാൽ പരബ്രഹ്മത്തിൽ നിന്നാണല്ലോ. അതാണ് വിഷ്ണുപദം പൂകി നമ്മൾ പറയാറില്ലേ. ആ പൂകലൊന്നും ഉണ്ടായില്ല. ആ ക്ഷേത്ര സങ്കേതത്തിൽ തന്നെ കിടന്ന് അവസാനം അവിടെ കത്തി നശിച്ചു എന്നുള്ളതാണ്. വിഗ്രഹം ഒഴിച്ച് ബാക്കി എല്ലാം കത്തിപ്പോയി. അങ്ങനെ കത്തി, അത് രാജഭരണം നടക്കുന്ന സമയത്താണ്. അങ്ങനെ അന്നത്തെ ആ ഒരു വലിയൊരു തീ കത്തി അവിടെ ഒന്നും നിശേഷം ഇല്ലാതായ സമയത്ത് അന്നത്തെ രാജാവ് അന്നത്തെ ആ സമയത്തെ ഭട്ടതിരിപ്പാടിന് അന്നത്തെ തലമുതിർന്ന ആളെ വിളിച്ചു വരുത്തിയിട്ട് ഈ രക്ഷസിനെ ആവാഹിച്ച് ഇല്ലത്തേക്ക് കൊണ്ടിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഗന്ധർവൻ്റെ കഥ പറയുന്നുണ്ടല്ലോ യക്ഷിയുമായി ബന്ധപ്പെട്ട്. അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഈ യക്ഷിയുടെ ഭർത്താവ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കഥകളും നമുക്കതിനകത്ത് ചോദ്യങ്ങളില്ല. യക്ഷിക്കും ഗന്ധർവനും തമ്മിലുള്ള ചേട്ടാനിയം ബന്ധമുണ്ടോ, അമ്മമംഗളം മക്കളുണ്ടോ എന്നൊന്നും നമുക്ക് ഈ കഥകളെല്ലാം ഒരു പൈതൃകത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നതാണ്. ആണ് കുറേയൊക്കെ അതുമായിട്ട് നമുക്ക് കേരളത്തിന്റെ യക്ഷി കഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ്. നമുക്കതൊരു ഈ ചില അതിനെ തെളിവായിട്ട് കാണാൻ പാകത്തിന് പല കാരണങ്ങളിലും കാണുമ്പോൾ നമ്മൾ ആ കഥ ഒരു പക്ഷേങ്കിൽ കഥകൾ മെനയുന്നത് ഇതിന് എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. കഥകൾ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആനുകാലികമായിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കൊള്ളുകയുള്ളൂ, അല്ലെങ്കിൽ നിലനിൽക്കുകയുള്ളൂ. പിന്നെ അത് വാമൊഴിയായിട്ട് അവരുടെ പരമ്പരയിൽ കൂടി ആ സത്യത്തെ ശരിയായിട്ടുള്ള ആ സത്യത്തെ
അവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഇങ്ങനെയുള്ള കഥകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അങ്ങനെയും ഇത് ഞാൻ അങ്ങനെ അങ്ങോട്ട് തള്ളുന്നില്ല. ഇതിന് തെളിവായിട്ട് അവലംബിക്കാൻ ആ തെളിവായിട്ട് തന്നെ കാണിക്കാൻ പാകത്തിന് അനവധി കാര്യങ്ങൾ നമുക്ക് ഇനിയും കാണാനുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ഉപ്പൂറ്റിയുടെ അതേ അളവിൽ തന്നെയുള്ളൊരു കുഴി കാണുന്നു. ഇത് ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും അത് ഒരു മെമ്മറി ആയിട്ട് തന്നെ അത് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവം ഇതിനകത്തുണ്ട്. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ കർമ്മത്തിനോട് പരിപൂർണമായിട്ടും നമ്മളതിന് ഒരു കല്ല് ഒഴുകുശില എന്ന് പറഞ്ഞ സമ്പ്രദായം തന്നെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിൽ പലപ്പോഴും ഒരു രൂപിയായിട്ടുള്ള ഒരു ബിംബമല്ല കൂടുതലുള്ളത്. ഈ കുടുംബക്ഷേത്രങ്ങളിൽ ഒഴുക്കുശിലകളൊക്കെ എടുക്കാറ്. അതായത് കാലാകാലങ്ങളായിട്ട് ഒരു പ്രകൃതിദത്തമായിട്ട് തന്നെ രൂപാന്തരം സംഭവിച്ചിരിക്കുന്ന ഒരു ശിലയെ ശിരസിലേറ്റി അതിനൊരു ജീവനെ കൊടുത്ത് അതിന് കുറേ സയൻസ് ഉണ്ട്. അതിനെ നമുക്ക് വ്യക്തമാക്കി പറയാൻ പറ്റും. ഇപ്പോൾ ക്ഷേത്ര പ്രതിഷ്ഠകളും ടോപ്പിക്ക് മാറുകയല്ല എങ്കിൽ തന്നെ പ്രതിഷ്ഠാഭാഗങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു സയൻസ് ഉണ്ട്. അതിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റും. ഒരു ഉപാധിയിലേക്ക് നമ്മുടെ ജീവനെ പകർന്നു കൊടുക്കുന്നതും എങ്ങനെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ജീവൻ്റെ തുടിപ്പ് തുടങ്ങുന്നതും ഇതിൻ്റെയൊക്കെ നമുക്ക് അതിന് ശരിക്കുള്ള സത്യങ്ങളാണ് അതൊക്കെ. നമുക്കതിന് പ്രത്യേകിച്ചൊരു മറ്റൊരു കഥകളോ ഒന്നും അതിനകത്തൊന്നും ആവശ്യമില്ല. ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാഭാഗങ്ങൾ ഇതൊക്കെ ശരിക്കും ഇതുമായിട്ട് ഇത് കൂട്ടി ഇണക്കി കഴിഞ്ഞാൽ അതാണ് സത്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള കഥകൾ, ചില വിശ്വാസങ്ങൾ അതാത് കാലഘട്ടത്തിൽ ഇല്ലാന്നും ഉവെന്നും പറയാൻ നമുക്ക് നമുക്ക് റെക്കോർഡിക്കലായിട്ട് നമ്മൾ പരമ്പരയായിട്ട് കേട്ട് വന്ന ഇതും പിന്നെ നമ്മൾ അതിനെ ആ പാരമ്പര്യം അനുശാസിച്ച് വന്നിരുന്ന ആ ക്രിയാഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും യക്ഷി എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ എപ്പോഴും ബീഭത്സതയാണ് എപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത്. സുന്ദരയക്ഷി ഭാവമുണ്ട്, സൗന്ദര്യവതിയായിട്ടുണ്ട്. പിന്നീട് ആ ഒരു യക്ഷിയെ തന്നെ ദേവീഭാവത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആചരണം ഇപ്പോഴും നടക്കുന്നുണ്ട്. വലിയ ഗുരുതി നടക്കുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ അതിനൊരു യക്ഷി അമ്പലം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇല്ലത്തിനടുത്ത് തന്നെ അവിടുത്തെ കുറച്ചുകൂടെ ഒരു കിലോമീറ്റർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യക്ഷി ഒരു കൊടും വനമായിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴും ആ നാലുകെട്ടിനകത്ത് വർഷത്തിലൊരിക്കൽ വലിയ ഗുരുതി ഇതൊക്കെ നടക്കുന്നുണ്ട്. ഗുരുതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ, സന്മന്ത്രവാദം അല്ലെങ്കിൽ ആ ഒരു സാത്വികമായിട്ടുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതിന് സിംബോളിക്കായിട്ട് നമ്മൾ ഗുരുതി തർപ്പണം ചെയ്യുന്നത് ഈ രക്തമൊന്നുമല്ലല്ലോ. ഇപ്പോഴും രക്തമൊക്കെ ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കണ്ണൂർ തുടങ്ങിയിട്ടുള്ള ചില ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പോഴും അതൊക്കെ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അത് പക്ഷേ നമുക്ക് പറ്റുന്നതല്ലാതെ ആ ആചാരങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് ആക്കി എടുത്തിട്ട് ഇപ്പം അത് തുറന്നു പോവുകയാണ്. അതെ, ഗുരുതർപ്പണം വെള്ളരിക്കയും മഞ്ഞൾപ്പൊടിയും ആ രീതിയിലേക്ക് അതെ ചുണ്ണാമ്പ് കൂടി ചേർത്ത് രക്തത്തിൻ്റെ കളറാക്കുകയും ആ സമയത്ത് നമുക്ക് അത് തർപ്പണം നടത്തുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് ഉണ്ടാവുന്നുമുണ്ട്. ഇന്നതാണ് എന്ന് നമ്മൾ സങ്കല്പം അവിടെ കൊടുക്കുന്നു. അതെ, ആ സങ്കല്പം എവിടെയോ കിടന്നിരുന്ന ഒരു ശിലയ്ക്ക് ഒരു ശില്പി മനുഷ്യൻ്റേതായിട്ടുള്ള രൂപങ്ങളാക്കിയിട്ട് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അതായത് അരൂപിയായിട്ടുള്ളൊരു ഈശ്വരശക്തി പ്രപഞ്ചത്തിലും നമ്മിലും ഒക്കെ ഈ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു വലിയൊരു ശക്തിയെ ആ കാലഘട്ടങ്ങളിൽ അന്നത്തെ ആൾക്കാർക്ക് സംവേദനം നടത്താൻ അന്നത്തെ കാലത്തെ ആൾക്കാർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ അവർ മുൻകൂട്ടി കണ്ടു നമ്മളെപ്പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വരുമെന്നും അങ്ങനെ വ്യതിചലിച്ച് പോവാതിരിക്കാൻ ഇങ്ങനെയുള്ള ചില സങ്കല്പങ്ങൾ വേണമെന്നും ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഉപാധി വേണമെന്നും അവർ മുൻകൂട്ടി കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ക്ഷേത്ര സങ്കല്പം തന്നെ വരുന്നത്. പ്രതിഷ്ഠകളെന്നും ഒരു ഉപാധികൾ എന്തും ആവാം, ഒന്നും വേണ്ട. ഒരു വിളക്ക് കൊളുത്തി നമ്മുടെ കൊച്ചൊരു മുറിക്കകത്തിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടദൈവങ്ങളുമായിട്ട് ഉപാസിച്ചുകൂടെ? ആ ഒരു തലത്തിലേക്ക് എത്താൻ സാധിച്ച ഒരു വ്യക്തിക്ക് ധാരാളം മതി. ഒരു അമ്പലത്തിലും പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്കെല്ലാം കാണണം, ഇന്നതാണെന്ന് വെച്ച് കാണണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വിഗ്രഹ പ്രതിഷ്ഠകളിലൊക്കെ തന്നെ മനുഷ്യൻ്റേതായിട്ടുള്ള ചെവിയും കണ്ണും മൂക്കും ഇങ്ങനെയൊക്കെയുള്ള ആഹാരം, അല്ലെങ്കിൽ അരൂപിയായിട്ടുള്ള ഈ ഈശ്വരൻ എന്തെന്ന് ആഹാരം നീഹാരം ഒന്നുമില്ല. പക്ഷേ ഇതെല്ലാം നമ്മുടെ ശൈലിയിലേക്ക് മാറ്റിയെടുത്ത് നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് പ്രാപ്യമായിട്ടുള്ള രീതിയിലേക്ക് ഈ ഒരു ആരാധനാ സമ്പ്രദായം വന്നതാണ് ക്ഷേത്രാചാരം. ഏതാണ്ട് KPC അനുജൻ ഭട്ടതിരിപ്പാടിൻ്റെ
അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളത് 2500 വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്നാണ് ക്ഷേത്ര ആചാരം ബന്ധപ്പെട്ടുള്ളത്. അതിനു മുമ്പ് വരെയൊക്കെ ഈ പറഞ്ഞ പോലെ യജ്ഞ സംസ്കാരങ്ങളിലേക്കും അങ്ങനെയുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഗ്നി അതിനെയൊക്കെ അതിലേക്ക് അതുമായിട്ട് ആണ് സംവേദനം നടത്തിയിരുന്നത്. ഈ സൂര്യകാലടി മണിക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? കാരണം രഹസ്യങ്ങളുടെ ഒരു ചുരുളഴിയാത്ത ഒരുപാട് കഥകൾ സൂര്യകാലടി മണിയുമായിട്ടുണ്ട്. അടിസ്ഥാനമായിട്ട് ഈ മന്ത്രവാദത്തിനെ ബേസ് ചെയ്താണ് ഇതിനകത്തെ ഓരോ പാരമ്പര്യത്തിനും ഉണ്ട് അവരുടേതായിട്ടുള്ള ഗോപ്യമായിട്ടുള്ള പല പല സംഗതികളും കാലാകാലങ്ങളായിട്ട് മറ്റ് ഇതിലേക്ക് മാറിപ്പോവാത്ത രീതിയിൽ പല പല ഉപാസനാമൂർത്തികളുടെ ധ്യാന സ്വഭാവങ്ങൾ, മറ്റൊരാൾക്കില്ലാത്ത ധ്യാനഭാവങ്ങൾ, അല്ലെങ്കിൽ ഒരു കാലത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവം മറ്റൊരാളിലേക്ക് പകർന്നു പോവരുത് എന്നുള്ള ഒരു ദുരുദ്ദേശം വെച്ചല്ല. ഇതിനെ എന്നും നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അത് പൊതുജന ഉപകാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാണ്ട് അവനവൻ്റെ മാത്രം ഒരു വലിപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ജനതയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള മന്ത്രോപദേശങ്ങളും ഒക്കെ തന്നെ ഒരു വളരെ രഹസ്യങ്ങളായിട്ടുള്ള പല അനവധിയുണ്ട്. ഞാൻ കേട്ടുള്ളൊരു രഹസ്യമാണ് സൂര്യകാലടി മനയിൽ സൂര്യനെയും ഗണപതിയെയും സ്ത്രൈണഭാവത്തിലാണ് പലപ്പോഴും പൂജിക്കാറുള്ളത് എന്ന്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? സ്ത്രൈണഭാവത്തിൽ നമ്മൾ ദൈനംദിനം ഗണപതിയെ ഉപാസിക്കുന്നത് അങ്ങനെയല്ല. മഹാഗണപതി എന്നുള്ള പേര് തന്നെ നമ്മൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഗണപതി തന്നെ പല ധ്യാനഭാവങ്ങളിൽ പലർക്കും പല രീതിയിലുണ്ട്. ഈ പറഞ്ഞ സ്ത്രൈണഭാവത്തിലുണ്ട്. അഗജാനന പത്മാർ അങ്ങനെ പറയുന്ന ഒരു ഈ മുഖം മാത്രം ഗണപതിയുടെയും ബാക്കി സ്ത്രൈണ രൂപത്തിൽ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടുള്ള ഒരു ഭാവം ഉണ്ട്. ശ്രീചക്രവാസകർക്കൊക്കെ അത് കുറച്ച് വളരെ വിശേഷപ്പെട്ടതാണ്. ഈ സൂര്യകാലടിയുടെ പാരമ്പര്യത്തിൽ അങ്ങനെയല്ല. ബീജാപൂരഗതേക്ഷുകാർമകരുജ ചക്രാബ്ജ പാശോൽപ്പലവു ഹ്യഗ്ര സംഷാണരത്നകലശ പ്രോദ്യോൽക്കരാംഭോരുഹ ധേയോ വല്ലഭയാച പത്മകരയാ ശ്രേഷ്ഠോജ്വലൽഭൂഷയ വിശ്വോൽപത്തി വിനാശ സംസ്ഥിതികരോ വിഘ്നോ വിശിഷ്ടാർത്ഥത എന്നുള്ളൊരു ധ്യാനമന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാ വെച്ചാൽ അതിൻ്റെ മലയാളവൽക്കരണം എന്ന് വെച്ചാൽ തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈ 10-ലാണ്. മറ്റുള്ള കൈ 10-ലും നാരങ്ങാഗതയും കരിമ്പ് ധനുഷാ ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ടു പാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരളും. ഈ ഒടിഞ്ഞ കൊമ്പോടുകൂടി ഈ കരവലയത്തിൽ ഇരിക്കുന്നത് ശ്രീചക്രരാജ സിംഹാസനേശ്വരിയായിട്ടുള്ള സാക്ഷാൽ ദേവി തന്നെ വാമഭാഗത്തിൽ ഇരുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ശരിക്കും ഒരു അംഗ്രേസി ഭാഷ പറയുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഗോഡം തെളിച്ചു പറയാൻ പറ്റും. ഇനി കഥകളിലേക്ക് പോകുമ്പോൾ ഈ ശിവനും പാർവതിയും കൂടി ഇരിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യനും ഗണപതിയും കൂടി ഒരു മത്സരം അവിടെ ഉണ്ടാവാൻ, ഒരു പഴത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമൊക്കെ നമുക്ക് എത്രയോ വാമൊഴിയായിട്ട് നമ്മളെ വളരെ ചെറുപ്പത്തിലെ കൊച്ചുകുട്ടികളെ ഹൈന്ദവ കുടുംബങ്ങളിലൊക്കെ പഠിപ്പിച്ചു. ആ മത്സരത്തിൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ഇത് നേടാനായിട്ട് പഴം നേടാനായിട്ട് മയിലേറി പോയി. ഗണപതി എന്ത് ചെയ്തു? സ്വന്തം അച്ഛനെ അമ്മയും 3 വട്ടം വലം വെച്ച 2 കൈയും വാങ്ങിച്ചു എന്നുള്ളൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇതാണ്, അച്ഛനും അമ്മയാണ് ഏറ്റവും വലിയ പരമമായിട്ടുള്ള ഈശ്വരൻ എന്നുള്ളത്. നമ്മളെ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം പരമപ്രധാനം ആ അച്ഛനും അമ്മയും തന്നെയാണ് എന്ന് അദ്ദേഹം തന്നെ ഈ കഥയെ കൂടെ കാണിച്ചു തന്നെങ്കിൽ ആ ഈശ്വരൻ തന്നെ ഇതേ ഭാവത്തിലിരിക്കുന്നതാണ് നമ്മുടെ സൂര്യകാലടി ഗണപതി. മാത്രമല്ല സൂര്യമണ്ഡല മധ്യസ്ഥനുമാണ്. ഈ 10 കൈകളിലും ഇരിക്കുന്ന ഓരോ ആയുധങ്ങൾ നിരീക്ഷിച്ചാൽ പറ്റും. അത് ശൈവത്തിൻ്റെയും വൈഷ്ണവത്തിൻ്റെയും ശാക്തേയത്തിൻ്റെയുമായിട്ടുള്ള വെപ്പൺസാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് മൂന്നിൻ്റെയും കൂടെ ഒരു കമ്പാരിസൺ അതാണ്. ഒരു സമ്മിശ്ര ഭാവമാണ് ഈ ഭാവം. അതുകൊണ്ടൊക്കെ തന്നെയാണ് യൂണിവേഴ്സൽ ഗോഡ് സർവ്വദേവതാ സാന്നിധ്യം തെളിച്ചു പറയാൻ പറ്റും. മാത്രമല്ല ഇത് മണിയിലിരിക്കുന്നത് ആരാ? സർവത്തിൻ്റെയും അതീതയായിട്ടുള്ള പരാശക്തി, ആദിപരാശക്തി തന്നെയാണ് ഈ മണിയിലിരിക്കുന്നത്. അതാ ഏത് വിഗ്രഹവും എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഭക്തരെ നോക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഈ വാമഭാഗത്തിലിരിക്കുന്ന ഈ ദേവി സാക്ഷാൽ ഭർത്താവിനെ, അതായത് ഗണപതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാവത്തിലാണ് ഈ വിഗ്രഹത്തിൻ്റെ ആ ഒരു രീതി തന്നെ. അതാണ് അവിടെ ഗണപതി അല്ല സ്ത്രൈണഭാവത്തിൽ അപ്പോൾ പൂജിക്കുന്നത്, ആ പരാശക്തിയും കൂടെ ചേർത്തിട്ടാണ്. ശിവശക്തി നമ്മൾ പലതും ശിവൻ ഈ ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല. ശിവശക്തിയായുക്തോ എന്ന് മറ്റേ ഇതിനകത്ത് എത്രയോ നമ്മൾ ചൊല്ലുന്നു. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമാവുള്ളൂ എന്ന് നമുക്ക് പല രീതിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേ ഭാവത്തിലുള്ളതാണ് എത്ര ഒന്നുമില്ല ഏറ്റവും ലാളിത്യത്തോടു കൂടി പറയാൻ പറ്റും സ്വന്തം അച്ഛനും അമ്മയും.
അതുകൊണ്ടൊക്കെ തന്നെ ആ ധ്യാനഭാവത്തിലുള്ള ഈ ഗണപതിയെ നമുക്ക് കൂടുതൽ അടുക്കുക. ഒരു എത്ര പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 70 വയസ്സായിട്ടുള്ളവർ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ആ ഒരു വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചു കുട്ടിയുണ്ടായിട്ടുള്ളവരെ അനവധിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ഛനോടും അമ്മയോടും പറയുന്ന രീതിയും സാധാരണ മറ്റൊരു ബന്ധുവിനോടോ അല്ലെങ്കിൽ സുഹൃത്തിനോടോ പറയുന്ന രീതിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇനി എത്ര പ്രായമായാലും നമ്മുടെ കാഴ്ചപ്പാടെല്ലാം അതുപോലെയാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ധ്യാനഭാവത്തിലുള്ള മഹാഗണപതിയെ നമുക്ക് അവിടെ ഒന്നുമില്ല, ആ ദേവനുമായിട്ടൊരു സംവേദനം നടത്താൻ പറ്റണം. ഏത് അമ്പലത്തിൽ പോയാലും നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വേണം ദർശനം നടത്താനും ആണ്. അതല്ലാണ്ട് ഒരു അകലേന്നോ അകത്തൊന്നോ അല്ല. ഭയത്തോടെയുള്ള ഒരു ഭക്തി അല്ല വേണ്ടത്. അല്ലല്ല, ഒരിക്കലും ഭയക്കരുത് ഒരു ദേവനെയും. ഇത് ഞാൻ തന്നെയല്ലേ, ഇപ്പം എന്നെ ഭയന്നിട്ട് പിന്നെന്താ കാര്യം? തത്വമസി എന്നുള്ളൊരു തത്വം ശബരിമല മാത്രമുള്ള തത്വം അല്ലത്.